എന്തിനാണ് പി സുന്ദരയ്യ എന്ന് പറയുന്ന CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്തിനു രാജിവെച്ചു? അതാദ്യം പറയട്ടെ. അത് പൊതുസമൂഹത്തിൽ ഇന്നും ആ കത്ത് നമുക്ക് കിട്ടും. അതാദ്യം പറയേണ്ടത്. പുസ്തകം ആളുകൾ ധാരാളം എഴുതും. ഓരോ വ്യക്തിക്കും അവരുടെ വീക്ഷണങ്ങൾക്കനുസരിച്ച് പുസ്തകം എഴുതാറുണ്ട്. ആ പുസ്തകം ആധികാരിക രേഖയല്ല. മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് സുന്ദരയ്യയുടെ കത്ത് അദ്ദേഹം വായിച്ചിട്ട് പറയട്ടെ. എന്തിനാണ് പി സുന്ദരയ്യ എന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറും സെക്രട്ടറിയുമായ അദ്ദേഹം എന്തിന് രാജിവെച്ചു? അതിന് മറുപടി പറയട്ടെ. ആ മറുപടി പറയുന്നില്ലല്ലോ അദ്ദേഹം. അത് സുധാകരൻ അതിന് ശരിയായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ CPM കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിനെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ട് BJP-യെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ RSS നേതാക്കന്മാരുമായി രഹസ്യ ചർച്ച നടത്തിയത്? അന്ന് പത്രപ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഈ മുഖ്യമന്ത്രിയല്ലേ. RSS നേതാക്കന്മാരുമായി രഹസ്യമായി ചർച്ച നടത്തി എന്നിട്ട് പല കാര്യങ്ങളിലും ഒത്തുതീർപ്പെത്തിച്ചത് ഈ മുഖ്യമന്ത്രിയല്ലേ. അതാണ് നമുക്ക് കാണേണ്ട കാര്യം. അന്ന് മാധ്യമപ്രവർത്തകരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? ഇതൊക്കെ ഈ കേരളത്തിലല്ലേ നടന്നത്.